ഇനി തികച്ച് ഒരു മാസം പോലുമില്ല ആപ്പിളിൻ്റെ പുതിയ OSകളായിട്ടുള്ള iOS 27, iPadOS, macOS, tvOS, watchOS ഇതെല്ലാം റിലീസ് ചെയ്യാൻ പോവുകയാണ് അടുത്ത മാസം ജൂണിൽ നടക്കുന്ന WWDC ഇവന്റ് വെച്ച്. അങ്ങനെ ഈ വർഷത്തെ 2026 WWDC അടുത്ത മാസം ജൂൺ 8 മുതൽ 12 വരെയാണ്. അന്ന് തന്നെ പുതിയ വരുന്ന OSകൾ നമ്മുടെ ഐഫോണിൽ ബെയ്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കുന്നതാണ്. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലീക്സിലും റൂമേഴ്സിലും നമുക്കറിയാൻ സാധിച്ചത്, പ്രത്യേകിച്ചും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ ഒന്നാണ് മാർക്ക് ഗർമൻ, ബ്ലൂംബർഗിന്റെ മാർക്ക് ഗർമൻ. അദ്ദേഹം പറയുന്ന അനുസരിച്ച് ഈ വർഷത്തെ iOS 27 എന്ന് പറയുന്നത് വളരെ ലീനിയർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരിക്കും. കുറേം കൂടെ ബെറ്റർ ആക്കിയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ആൻഡ് OSനും അതോടൊപ്പം തന്നെ ഡിവൈസിന്റെ പെർഫോമൻസിനും ഒപ്റ്റിമൈസേഷനും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരിക്കും ഈ വർഷം വരാൻ പോകുന്ന iOS 27 എന്നാണ്. പ്രത്യേകിച്ചും ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരും. സോ അതിൽ iOS 27 വരാൻ പോകുന്ന 6 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അതിലൊന്നാമത്തെയാണ് ലിക്വിഡ് ഗ്ലാസ് എന്ന് പറയുന്ന UI എലമെന്റുകളിൽ വരാൻ പോകുന്ന മാറ്റം. അതായത് വലിയ ബിഗർ ആയിട്ടുള്ള ചേഞ്ചിന് പകരം നമുക്ക് കൂടുതൽ സ്ട്രീംലൈൻഡ് ആയിട്ടുള്ള, അതായത് എല്ലാ യൂസേഴ്സിനും ഒരേപോലെ വിസിബിൾ ആയിട്ടുള്ള ഓരോ ഓപ്ഷൻസ് ആയാലും മെനൂസ് ആണെങ്കിലും എല്ലാം ക്ലിയർ ആയിട്ട് വായിക്കാൻ സാധിക്കുന്ന ആ ട്രാൻസ്ലൂസൻസിനെ കൂടുതൽ ഇംപ്രൂവ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും ആപ്പിൾ iOS 27 ഈ ഒരു ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് അല്ലെങ്കിൽ UI എലമെന്റുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ടാബ് ബാർ, നമ്മൾ എല്ലാ ആപ്ലിക്കേഷൻസും ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ നമുക്ക് ഓരോ ഓപ്ഷൻ അല്ലെങ്കിൽ ഓരോ സ്ക്രീനിലേക്ക് പോകാൻ പറ്റുന്ന ഈ സംഗതിയാണ് ടാബ് ബാർ എന്ന് പറയുന്നത്. ഈ ടാബ് ബാർ iOS 26 വന്നപ്പം കാര്യമായിട്ടുള്ളൊരു ഡിസൈൻ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ യൂസേഴ്സിൻ്റെയും ഫീഡ്ബാക്ക് അനുസരിച്ച് നമുക്കത് അത്ര അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പല ആപ്ലിക്കേഷനിലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. സോ അതിനെ തിരികെ ആ ഒരേ രീതിയിൽ യൂണിഫൈഡ് ഉള്ള രീതിയിൽ iOS 18 17 എല്ലാം കണ്ട പോലത്തെ ആ ഒരു രീതിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ മൈനർ ആയിട്ടുള്ള കാര്യമാണ്. സോ ലിക്വിഡ് ഗ്ലാസ് എലമെന്റുകളിൽ ഈ ഒരു ഇംപ്രൂവ്മെന്റ്സ് വരുന്നതിനോടൊപ്പം തന്നെ കസ്റ്റമൈസേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് ആപ്പിൾ iOS 27 കൊടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനൊരു ഗ്രേറ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് iOS 26.5 അപ്ഡേറ്റിൽ നമുക്കറിയാം പ്രൈഡ് വാൾപേപ്പർ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ കാണുന്ന പോലെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് സെലക്ട് ചെയ്യാനും ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനൊരു ചേഞ്ച് ആപ്പിൾ ലോക്ക് സ്ക്രീനിൽ അല്ലെങ്കിൽ കസ്റ്റമൈസേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ്. സോ ഇതുപോലെ വളരെ മികച്ച, പ്രത്യേകിച്ച് ഒരു യൂസറിന് അവരുടെ ഡിവൈസ് കൂടുതൽ പേഴ്സണലൈസ്ഡ് ആക്കുക, ആ ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കും ആപ്പിൾ പുതിയ iOS 27 കസ്റ്റമൈസേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് പല ലീക്കുകളും റൂമേഴ്സും പ്രത്യേകിച്ച് മാർക്ക് ഗർമനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ഹോം സ്ക്രീൻ അല്ലെങ്കിൽ ലോക്ക് സ്ക്രീൻ, വാൾപേപ്പർ, അതോടൊപ്പം ഹോം ആപ്പ് ഐക്കൺസ്, ഇതിൻ്റെയൊക്കെ കസ്റ്റമൈസേഷന് കാര്യമായിട്ടുള്ളൊരു മാറ്റം അല്ലെങ്കിൽ ഇതുവരെ iOS കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു മാറ്റം നമുക്ക് iOS 27 എക്സ്പെക്റ്റ് ചെയ്യാം. രണ്ടാമത്, കസ്റ്റമൈസേഷൻ പോലെ തന്നെ ഒരു വലിയ മാറ്റം വേണമെന്ന് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് ക്യാമറ. സോ ക്യാമറ ആപ്പിന് കാര്യമായിട്ടുള്ളൊരു ഇംപ്രൂവ്മെൻറ്റ്സ് ആപ്പിൾ 27 കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു യൂസറിൻ്റെ ഫോണിനെ കൂടുതൽ പേഴ്സണൽ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് കസ്റ്റമൈസേഷൻ്റെ കാര്യമായിട്ടുള്ളൊരു ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തന്നെ നോക്കിയാൽ മനസ്സിലാവും യൂസേഴ്സ് കൂടുതലും ആപ്പിളിൻ്റെ ഐഫോണിൽ ഫോട്ടോ ആയാലും വീഡിയോ ആയാലും നമ്മൾ നേറ്റീവ് ആപ്ലിക്കേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം ബ്ലാക്ക് മാജിക് പോലെയുള്ള തേർഡ് പാർട്ടി ക്യാമറ ആപ്സിനെയൊക്കെയാണ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം നേറ്റീവ് ആപ്പിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ കൺട്രോളുകൾ, പ്രത്യേകിച്ചും വൈറ്റ് ബാലൻസ് ആയിക്കോട്ടെ, ISO ആയിക്കോട്ടെ, ഷട്ടർ സ്പീഡ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ നേറ്റീവ് ആപ്പിന് അത്രയും യൂസേജ് അല്ലെങ്കിൽ ആളുകൾക്കിടയിലുള്ള ആ ഒരു താല്പര്യം കുറഞ്ഞു വരുന്നു. സോ ഇത് മുൻനിർത്തിയാണ് ആപ്പിൾ 27 വരുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള കൺട്രോളുകൾ നമുക്ക് മാക്സിമം മാനുവലി ഒരു ഫോട്ടോ എടുക്കേണ്ട ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ യൂസറിന് മാനുവലി തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഫോട്ടോ പകർത്താൻ സാധിക്കുന്ന നിരവധി ഓപ്ഷൻസും അതോടൊപ്പം തന്നെ ഫങ്ഷണാലിറ്റീസും, പ്രത്യേകിച്ച് ബട്ടൺസ്, നമുക്ക് ഫോണിലുള്ള അവൈലബിൾ ആയിരിക്കുന്ന ബട്ടൺസ്, ഈ സൈഡിലെ വോളിയം വോക്കർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സൈഡിലെ ക്യാമറ ബട്ടൺ ആയിക്കോട്ടെ, ഇതൊക്കെ ബൈ ഡിഫോൾട്ടായിട്ട് ഇന്ന കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ iOS 27 വരുമ്പം ഈ ബട്ടൺസിനെ എല്ലാം നമുക്കിഷ്ടമുള്ള ഓപ്ഷൻസും ഫങ്ഷൻസും ഫീച്ചേഴ്സും ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അതിലേക്ക് മാപ്പ് ചെയ്യാം. ഇന്ന കാര്യങ്ങൾ നമുക്ക് അസൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു നെക്സ്റ്റ് ലെവൽ ഫീച്ചേഴ്സും ആപ്പിൾ തീർച്ചയായിട്ടും ക്യാമറ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരും എന്നാണ് പല ലീക്സും റൂമേഴ്സും സോഴ്സുകളും പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വിഷ്വൽ ഇൻ്റലിജൻസ്, ഇപ്പം നമുക്കറിയാം ഈ വിഷ്വൽ ഇൻ്റലിജൻസ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ക്യാമറ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഡയറക്ട്ലി വിഷ്വൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിലേക്കാണ് പോകുന്നത്. iOS 27 വരുമ്പം ക്യാമറ ആപ്പിനകത്ത് ബിൽട്ടിനായിട്ട് തന്നെ ഈ ഒരു വിഷ്വൽ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു ഫീച്ചർ കൊടുക്കും, അല്ലെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് എനേബിൾ ആക്കും. അങ്ങനെ ആകുമ്പം ഇപ്പം ന്യൂട്രീഷൻസ് ലേബൽസ് സ്കാൻ ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് കാർഡ് സ്കാൻ ചെയ്യാനാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു ഓപ്ഷനിലേക്ക് പോവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും
കാര്യങ്ങൾ ആക്സസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഡയറക്റ്റ് ക്യാമറ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം വിഷ്വൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ഇത് സിസ്റ്റം വൈഡ് നമുക്ക് എവിടെയെല്ലാം ഏതെല്ലാം രീതിയിൽ ഈ ഒരു ക്യാമറ ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ വിഷ്വൽ ഇൻ്റലിജൻസിൻ്റെ ഇൻ്റഗ്രേഷൻ കൊടുക്കാൻ സാധിക്കുന്ന എല്ലാ മേഖലകളിലും യൂസേഴ്സിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു മാറ്റം ആണ് ആപ്പിൾ ക്യാമറ ആപ്പിലൂടെ കൊണ്ടുവരുന്നത്. ഇനി ഇതിൽ മൂന്നാമത്തെ മാറ്റം വരാൻ പോകുന്ന സിറി iOS 27 വരുമ്പോൾ മൊത്തത്തിൽ അഴിച്ച് പണിത് മാറ്റിയെടുത്തൊരു പുതിയ ആളായിട്ടായിരിക്കും വരുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ഒരു വർഷം മുന്നേ തന്നെ ഈ ഒരു ന്യൂസ് കേട്ടാണ് ഗൂഗിളും ആപ്പിളും കൂടെ കൊളാബറേറ്റ് ചെയ്ത് ഗൂഗിളിലെ ജെമിനി ഇൻ്റഗ്രേഷൻ ആപ്പിളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ന്യൂസുകളൊക്കെ നമ്മൾ അറിഞ്ഞാണ്. സോ അതെന്തായാലും iOS 27 വരുമ്പം കൺഫേംഡ് ആണ്. നാളെ വരാൻ പോകുന്ന iOS 27 സിറി എന്ന് പറയുന്നത് ഗൂഗിൾ അല്ല, അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനി അല്ല. തീർച്ചയായിട്ടും ജെമിനിയുടെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ഫൗണ്ടേഷൻ തീർച്ചയായിട്ടും സിറിക്കകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആപ്പിളിൻ്റെ LLM അല്ലെങ്കിൽ ആപ്പിൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു സെക്യൂരിറ്റിയും പ്രൈവസിയും കാര്യങ്ങളും എല്ലാം തന്നെ അതിലുണ്ടായിരിക്കും. സോ രണ്ടും കൂടെ ചേർന്നൊരു മിക്സ്ചർ ആയിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്ന പുതിയ സിറി. അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് ChatGPT അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനി ഇതിലെല്ലാം കാണുന്ന പോലത്തെ ഒരു ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻ കൂടെ സിറിക്ക് കൊണ്ടുവരുന്നു. കാരണം അതിലൂടെ നമുക്ക് ചാറ്റ് ചെയ്യാം, കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ കാര്യങ്ങളെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കാം. ഇതിനെല്ലാം സാധിക്കുന്ന ഒരു ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻ കൂടെ ആപ്പിൾ സിറിക്കായിട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നല്ല കാര്യമാണ്. കാരണം ആസ്ക് സിറി എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ഓപ്ഷൻ തന്നെ ആപ്പിൾ സിസ്റ്റം വൈഡ് കൊണ്ടുവരുന്നു എന്നുള്ള റൂമേഴ്സും കേൾക്കുന്നുണ്ട്. അതായത് ലിറ്ററലി നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനും അല്ലെങ്കിൽ എന്ത് കാര്യം ഉപയോഗിച്ചാലും അതിൽ സിറിയുടെ ഒരു സഹായം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അതിലേക്ക് ചൂണ്ടിക്കാട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ഇമേജിൽ കാണുന്നത്. അതായത് സിറി ആപ്പിൾ iOS 27 വരുമ്പം ഏതൊക്കെ രീതികളിലായിരിക്കും, എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അതിൽ ഏറ്റവും അവസാനം കാണുന്ന 3 കാര്യങ്ങൾ, പേഴ്സണൽ കോൺടാക്ട്സ്, ഓൺ സ്ക്രീൻ അവയർനെസ്, ആപ്പ് ഇൻറ്റൻറ്റ്, ഈ 3 കാര്യങ്ങളും ആപ്പിൾ iOS 18 റിലീസ് ചെയ്ത ടൈമിൽ വാഗ്ദാനം ചെയ്ത 3 കാര്യങ്ങളാണ്. അതും ആപ്പിൾ iOS 27 കൊണ്ടുവരുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. 4 ഫോട്ടോസ് ആപ്പിൽ ക്യാമറ ആപ്പ് പോലെ തന്നെ കസ്റ്റമൈസേഷൻ എന്നുള്ളതല്ല, ഫോട്ടോസ് ആപ്പിൽ സ്ലൈറ്റ്ലി AI പരമായിട്ടുള്ള ഫീച്ചേഴ്സും കൂടെ ആപ്പിൾ കൊണ്ടുവരുന്നു. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. കാരണം സാംസങ്ങും ഗൂഗിളും ഒക്കെ ഓൾറെഡി അവർ കൊണ്ടുവന്ന് വിജയിച്ച കാര്യമാണ്. നമുക്കറിയാം ഒരു ഫോട്ടോ റീഫ്രെയിം ചെയ്യാൻ അല്ലെങ്കിൽ AIയുടെ സഹായത്തോടെ നമുക്കൊരു ഫോട്ടോയുടെ എൻ്റയർ പോർഷൻ തന്നെ റീസ്ട്രക്ചർ ചെയ്യാം അല്ലെങ്കിൽ ഇറേസ് ചെയ്യാം. അതും പക്കായിട്ട് തന്നെ ഇറേസ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പല വീഡിയോസിലൊക്കെ കണ്ടാണ്. സോ ആപ്പിൾ ഇൻ്റലിജൻസിലേക്കും ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ആപ്പിൾ ഫോട്ടോസ് ആപ്പിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട 2-3 കീ മാറ്റങ്ങളാണ് ഇതിൽ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഇറേസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു ഇറേസ് അറിയാം, നമുക്ക് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് എന്നുണ്ടെങ്കിൽ അതിൽ സബ്ജക്റ്റിനെ ഇറേസ് ചെയ്യുന്ന അത്ര പെർഫെക്റ്റ് അല്ല. എന്നാൽ iOS 27 വരുമ്പോൾ അത് ഇമ്പ്രൂവ് ആകുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞ പോലെ എടുത്ത ഫോട്ടോയിൽ ഇല്ലാത്ത ഒരു അഡീഷണൽ കാര്യത്തിനെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു ഫീച്ചർ കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ഇമേജ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന AI പരമായിട്ടുള്ള എഡിറ്റിംഗ് ആപ്പിൾ ഇതിലേക്ക് കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ സ്പേഷ്യൽ ഫോട്ടോസിലുള്ള പോലെ നമുക്ക് നമ്മളെടുത്ത ഒരു ഇമേജിൻ്റെ നമ്മളെടുത്ത പെർസ്പെക്റ്റീവിൽ നിന്ന് മാറ്റി മറ്റൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് ആ ഇമേജ് വ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, സോ പെർസ്പെക്റ്റീവ്സ് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഫീച്ചർ ആപ്പിൾ കൊണ്ടുവരുന്നു. ഈ ലിസ്റ്റിൽ പറഞ്ഞേക്കുന്ന പോലത്തെ ഫീച്ചേഴ്സ് തീർച്ചയായിട്ടും വരും എന്നുണ്ടെങ്കിൽ iOS 27 ഈസ് ഗോയിങ് ടു ബി ദി ബെസ്റ്റ്. ഒപ്റ്റിമൈസേഷനോടൊപ്പം തന്നെ ഇംപ്രൂവ്മെൻറ്റ്സിനോടൊപ്പം തന്നെ കൊള്ളാവുന്ന യൂസേഴ്സിന് ഉപകാരപ്പെടുന്ന കുറച്ച് ഫീച്ചേഴ്സും ലഭിക്കും എന്നുള്ളതാണ്. 5 ഹെൽത്ത് ആപ്പിലേക്ക് ആപ്പിൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള AI ഇൻ്റഗ്രേഷൻ കൊണ്ടുവരുന്നു. അതായത് ഇപ്പോൾ നമുക്കറിയാം സ്ലീപ്പ് സ്കോർ ഉണ്ട്, അല്ലെങ്കിൽ സ്ലീപ്പിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും, ഹാർട്ട് റേറ്റിനെ, അങ്ങനെ എല്ലാം ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതിനെ നമുക്ക് AIയുടെ സഹായത്തോടെ, പ്രത്യേകിച്ച് വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണ്, ഫിറ്റ്നസ് ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് എങ്ങനെ വർക്കൗട്ട് സെഷൻസ് നമ്മൾ ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം അതാത് ദിവസത്തെ, അതിനുള്ളൊരു ഫിറ്റ്നസ് കോച്ച് എന്നുള്ള ലെവലിലേക്ക്, AI ബേസ്ഡ് ആയിട്ടുള്ള ഫിറ്റ്നസ് കോച്ച്, അങ്ങനെയുള്ള ലെവലിലേക്കുള്ള ഒരു ഫീച്ചർ അല്ലെങ്കിൽ അപ്രോച്ചാണ് ആപ്പിൾ ഹെൽത്ത് ആപ്പിലേക്ക് കൊണ്ടുവരുന്നത്. ആൻഡ് ഇതിൽ ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് AI പരമായിട്ടുള്ള ഇൻ്റഗ്രേഷൻ ആപ്പിൾ പല ആപ്ലിക്കേഷൻസിലും കൊണ്ടുവരുന്നതാണ്. പ്രധാനമായിട്ടും സഫാരിയിൽ AI ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഇൻ്റഗ്രേഷൻസ് കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ വാളറ്റ് ആപ്പിലേക്ക്, നമുക്കറിയാം ആപ്പിൾ പേ ഒന്നും നമുക്ക് ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ താമസിക്കാതെ ഈ വർഷം അവസാനം വരും എന്നാണ് പല ലീക്സും അല്ലെങ്കിൽ സോഴ്സുകൾ പറയുന്നത്. ഈ വാളറ്റ് ആപ്പിൽ വരാൻ പോകുന്ന വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്ക് പാസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഒരു ജിമ്മിൻ്റെ പാസ്സുണ്ട്, അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യുന്ന പാസ്സുണ്ട്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡോക്ടറെ കാണിക്കുന്ന ഒരു കാർഡ് നമ്മുടെ കയ്യിലുണ്ട്. ഈ ആപ്പിൾ വാളറ്റിലേക്ക് ഈ പാസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചർ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാർഡുകളൊന്നും ഫിസിക്കലി നമ്മൾ ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല.
അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡേറ്റാസ് വെച്ചുകൊണ്ട് നമുക്കൊരു പാസ് വാളറ്റ് ആപ്പിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആ ക്രിയേറ്റ് ചെയ്തേക്കുന്ന പാസ് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലായിട്ടുള്ള അവൈലബിൾ ആയിരിക്കുന്ന കാർഡുമായിട്ട് വളരെ സിമിലർ ആയിരിക്കും. അതിനകത്ത് കൊടുക്കുന്ന ഡേറ്റ ആക്യുറസി എല്ലാം കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ ഫിസിക്കലി ഈ കാർഡുകളൊന്നും ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വാളറ്റ് പാസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഫീച്ചറാണ് ആപ്പിൾ വാളറ്റിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും വലിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങൾക്കുപരി ഒപ്റ്റിമൈസേഷൻ, അതോടൊപ്പം തന്നെ ബാറ്ററി പെർഫോമൻസ്, യൂസേഴ്സിൻ്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അറിഞ്ഞ് വളരെ മിനിമലായിട്ടുള്ള എന്നാൽ വളരെ അധികം എഫക്റ്റീവായിട്ട് യൂസേഴ്സിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സാണ് ആപ്പിൾ iOS 27 കൊണ്ടുവരുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. സോ നിങ്ങൾക്ക് iOS 27 പറ്റിയുള്ള എക്സ്പെക്ടേഷൻസ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മിലൻ. Catch you guys in the next one. Until then, peace.